ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? വാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമുക്ക് നല്ല ഫ്രഷ് കുറച്ച് അരിനെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടാലോ. അരിനെല്ലിക്ക അച്ചാറിനായിട്ട് ഒരു ബൗൾ അരിനെല്ലിക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ട് മഞ്ഞ കളർ ആയതും പിന്നെ കുറച്ച് പച്ച കളർ ഉള്ളതായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് വലിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തതും ഒരു 20 വെളുത്തുള്ളി രണ്ടായി കീറിയെടുത്തതും 4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കടുക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ച പൊടി 1 സ്പൂണ്, 2 സ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി, 1/2 സ്പൂൺ പഞ്ചസാര. പിന്നെ വേണ്ടത് നല്ലെണ്ണയും ആവശ്യത്തിന് വിനാഗിരി. അച്ചാർ റെഡിയാക്കാനായിട്ട് തുടങ്ങാനായിട്ട് നല്ലെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു കിലി സൗണ്ട് കേൾക്കുമ്പോൾ വേണ്ട നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കാനായിട്ട്. ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ അച്ചാറിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ഒന്ന് മൂത്തഴിയുമ്പോഴേക്ക് 1/4 ടീസ്പൂണോളം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കായപ്പൊടിയും കൂടി മൂത്തഴിയുമ്പോഴേക്ക് അരിനെല്ലിക്ക ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നെല്ലിക്ക ആവിയൊന്നും കയറ്റാതെ അങ്ങനെയായിട്ട് നമ്മൾ അരിനെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത്. അരിനെല്ലിക്ക അച്ചാർ ഇടുമ്പോ ആവി ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാവും. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷത്തിലേക്ക് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് അരിനെല്ലിക്കൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് വാട്ടണ്ട. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നെല്ലിക്ക ഭയങ്കരമായിട്ട് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് അച്ചാറിലിട്ട് കടിക്കുമ്പോൾ ഒരു ഉറപ്പോട് കൂടിയിട്ട് വേണം അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച ശേഷത്തിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ ഒന്ന് ഇരുന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞു തുടങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. കുറെ ദിവസം കേടുകൂടാതെ ഇരിക്കും ചെയ്യും ഒരു അച്ചാറ്. നല്ല രുചിയോട് കൂടിയിട്ടുള്ള അരിനെല്ലിക്ക അച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അരിനെല്ലിക്കൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കിട്ടാറുള്ളൂ. കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ, ലൈക്ക്, കമന്റ് ചെയ്യാനും ആരും മറക്കരുത്.